സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ റിവ്യൂസ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ. നമ്മൾ ബോറടിപ്പിക്കുന്നില്ല. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ഒക്കെ ചെയ്യുക. ഇപ്പോൾ ഗൈസ്, നമുക്ക് 1K വ്യൂസ് ആയിരിക്കുന്നു. എനിക്കതിന് സന്തോഷമൊന്നും ഇല്ല. കാരണം എന്ന് വെച്ചാൽ വ്യൂസ് സബ്സ്ക്രൈബേഴ്സ് ആവണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇതൊക്കെ നടക്കും. വേറെ വീഡിയോകളായിട്ട് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യും. എന്നിട്ട് ഷെയർ ചെയ്തിട്ട് അവരോടും പറയാം സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യാൻ. നമുക്ക് വീട്ടിലേക്ക് പോവാം. റിഡ്യൂസ് വീഡിയോ ആണ് ഞാൻ പറയാൻ പറഞ്ഞു തോന്നുന്നത്. എനിക്ക് പറഞ്ഞില്ല, ഇത് റിഡ്യൂസ് വീഡിയോ ആണ്. ഫസ്റ്റ് ഇങ്ങനെ പൂച്ച നിൽക്കുന്നുണ്ട്. എല്ലാ ദിവസത്തെയും പോലെ പപ്പു വ്യാപാരി ഇവരുടെ പേരോടാ പപ്പു പപ്പു എന്തൊക്കെ. എനിക്ക് ചീരി എരിവല്ലോ ഓരോ പേരൊക്കെ. രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. വഴിയിൽ ഒരു ധാബയുണ്ട്. അവിടെ നിന്നാണ് പപ്പു എപ്പോഴും ഭക്ഷണം കഴിക്കും. പപ്പു എപ്പോഴും ഭക്ഷണം ഏതാണ്ട് അതിക്രമിച്ചിരുന്നു. പപ്പുവിന് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ധാബയുടെ അകത്തേക്ക് പോകുന്നു. ധാബയുടെ അകത്ത് ഭക്ഷണം ഏതാണ്ട് തീർന്നിരുന്നു. പെറോട്ട മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഒരു പെറോട്ടയുടെ വില 20 രൂപയായിരുന്നു. 2 പെറോട്ട തിന്നാൽ മൂന്നാമത്തെ പെറോട്ട ഫ്രീ ആയി കിട്ടും. പപ്പു മൊത്തം 4 പെറോട്ട തിന്നു. അപ്പോൾ പപ്പുവിന് 4 പെറോട്ടയ്ക്ക് എന്ത് വില നൽകേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് പറയാനാകുമോ? ചിന്തിക്കും. ഒരു പൊറോട്ടയ്ക്ക് 20 രൂപ. 2 പൊറോട്ട കഴിച്ചാൽ 3 ഫ്രീ. ഇപ്പോഴല്ല, അല്ല 40 രൂപ. 20 രൂപ 40 പ്ലസ് 60 രൂപ. ഒരെണ്ണം ഫ്രീ ആണെന്നല്ലേ പറഞ്ഞു. അപ്പൊ 4 കുടിച്ചു. അപ്പൊ ഒരെണ്ണം കൂടി 60 രൂപ. 60 രൂപ. പപ്പു ഒരേ സമയം 4 പെറോട്ട വാങ്ങിയിരുന്നതിൽ 80 രൂപ നൽകേണ്ടി വരുമായിരുന്നു. എന്നാൽ പപ്പു ബുദ്ധിമാനായിരുന്നു. അദ്ദേഹം ആദ്യം 2 പെറോട്ട വാങ്ങുന്നു. പകരം 1 പെറോട്ട ഫ്രീ ആയി കിട്ടുന്നുണ്ട്. അതിനുശേഷം വീണ്ടും 1 പെറോട്ട വാങ്ങുന്നു. അങ്ങനെ മൊത്തം 60 രൂപയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തോ ചെയ്യാനാണ് ഞാൻ ഈ ഐക്യു ഇതായോണ്ട് നിങ്ങൾ എന്നെ ഒന്ന് ഐക്യു കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. ഞാൻ പറയുന്നത് നിങ്ങളെ ചെയ്യത്തില്ല, നിങ്ങൾ ചെയ്യൂ. പിന്നെ കമന്റ് എനിക്ക് ഈ കമന്റ് ഒക്കെ ഇങ്ങനെ ഇടുമ്പോ വായിക്കാൻ നല്ല രസമാണ്. നിങ്ങളൊക്കെ കമന്റ് ഒക്കെ ചെയ്യും. അടുത്താണ് 60 രൂപ നൽകേണ്ടി വരും. പപ്പു പെറോട്ട തിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നതും തല കറങ്ങുകയും ഹോട്ടലിലുള്ള എല്ലാ തൊഴിലാളികളും അങ്ങോട്ടേക്ക് ഓടി വരും. കുലുക്കി വിളിച്ചെങ്കിലും പപ്പുവിന് സർബത്താ കുലുക്കി വിളിക്കാൻ. ആ സമയത്ത് ധാബയുടെ പുറത്ത് 3 കാറുകൾ കിടക്കുന്നുണ്ടായിരുന്നു. ഒരു കാർ മാനേജറിന്റേതായിരുന്നു. ബാക്കി 2 കാർ അവിടുത്തെ സ്റ്റാഫിന്റേതായിരുന്നു. മാനേജർ പെട്ടെന്ന് തന്റെ സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് 3ാമത്തെ കാറിന്റെ ചാവി വാങ്ങുന്നു. എന്നിട്ട് പപ്പുവുമായി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അദ്ദേഹത്തോടൊപ്പം ധാബയിലെ 3 പേർ കൂടി ഉണ്ടായിരുന്നു. എന്താ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ? മാനേജർ തന്റെ വണ്ടി ഉപയോഗിച്ചില്ല, സ്റ്റാഫിന്റെ 2ാമത്തെ വണ്ടിയും ഉപയോഗിച്ചില്ല, സ്റ്റാഫിന്റെ 3ാമത്തെ വണ്ടിയും എടുത്തുകൊണ്ട് എന്താണ് പോയതെന്ന് ചിന്തിക്കും. ഞാൻ പറയാം. ആദ്യത്തെ വണ്ടി നിറച്ച് പൊടി, 2ാമത്തെ വണ്ടിയിൽ ടയറും പഞ്ചറായി. ഓക്കെ, നിങ്ങൾ നോക്ക്. നിങ്ങളുടെ ഈ എക്സോസ്റ്റർ ഇരിക്കുന്ന ആ ടയർ നോക്ക്. എക്സോസ്റ്റർ ഉള്ള അത് പഞ്ചറാണ്. നിങ്ങൾക്ക് ഈ മറ്റേ ആ പച്ചല്ലേ ഏതൊരു കളർ വണ്ടിയുടെ ഇത് കണ്ടാലും അറിയാം പൊടിയാണ്. ഞാനത് ഇവരെ ഫോട്ടോ കാണിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഓറഞ്ച് വണ്ടിയിൽ ടയർ പഞ്ചറ്, മറ്റേ ഏതൊരു വണ്ടിയിൽ പൊടി, ചുമന്ന വണ്ടിയിൽ ഒന്നുമില്ല. ശ്രദ്ധിച്ചു നോക്കൂ. മാനേജറിന്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ പകുതി കാണാനില്ല. പോരാത്തതിന് വണ്ടി ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. മാനേജറിന്റെ വണ്ടി വളരെ കാലങ്ങളായി ഉപയോഗിക്കാതെ ഇവിടെ ശ്രദ്ധിക്കുന്നത്. എന്തായാലും പകുതി ശരിയാണ്. 2ാമത്തെ വണ്ടിയുടെ ഒരു ടയർ പഞ്ചറാണ്. ഇത് 4 പക്ഷികളാണ്. എന്നാൽ മൂങ്ങ ഇവരിൽ നിന്നും വ്യത്യസ്തമാണ്. പകൽ ഉറങ്ങിയിട്ട് രാത്രിയിലാണ് കൂട്ടിൽ നിന്നും പുറത്തേക്ക് പ്രസ് ചെയ്ത് പോകുന്നു. ഡോക്ടർ സഞ്ജന ഡെഡ് ബോഡിയെ നന്നായി പരിശോധിക്കുന്നു. എന്നിട്ട് മെഹുലിനോട് പറയുന്നു, അപകടകാരിയായ വിഷം ചെന്നിട്ടുണ്ട്. ഈ വിഷത്തിന്റെ ഒരു തുള്ളി അകത്ത് ചെന്നാൽ തന്നെ മനുഷ്യൻ മരിച്ചു പോകും. അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് ധാബയിൽ ഭക്ഷണത്തോടൊപ്പം വിഷവും കൊടുത്തിട്ടുണ്ടാകും. ഉടനെ ധാബയിൽ പോയി വിവരങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ധാബയിലേക്ക് പോകുന്നു. നഗരത്തിൽ നിന്ന് ധാബയിലേക്ക് പോകുവാൻ 3 വഴികളാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ വഴി നഗരത്തിന് നടുവിൽ കൂടിയാണ്. അവിടെ എപ്പോഴും ട്രാഫിക് തിരക്കാണ്. 2ാമത്തെ വഴി ഷോർട്ട് കട്ടാണ്. അവിടെ പക്ഷെ എപ്പോഴും ചെക്കിംഗ് ഉണ്ടാകാറുണ്ട്.
മൂന്നാമത്തെ വഴിയിലൂടെ കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരും. പക്ഷെ അവിടെ ട്രാഫിക് ബ്ലോക്ക് ഇല്ല. ഈ മൂന്നെണ്ണത്തിൽ ഏതായിരിക്കും മെഹുലിന് അനുയോജ്യമെന്ന്? നേരെ. കാരണം എന്ന് വെച്ചാൽ അവന്റെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല, അവന് ഒരു കുഴപ്പമില്ല. അപ്പൊ ട്രാഫിക് പോകുമ്പോ ഇങ്ങനെ ഇത് ട്രക്കാന്ന് വിചാരിച്ചോ, മെഹുൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ഓവർടേക്ക് വേറെ ഉണ്ടെന്ന് ഇടിച്ച് അവന് ആശുപത്രിയിൽ പോകും. അപ്പൊ ഗായ്സ് അങ്ങനെ ആണെങ്കിൽ അവന്റെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല, നേരെ പോവാം. നേരെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അവന്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എല്ലാം കറക്റ്റ് ആണ്. അവൻ മിടുക്കനാണെന്നൊന്നും ഞാൻ പറയത്തില്ല, കുറച്ച് ബുദ്ധി കുറവാണ്. എന്നാലും അവൻ നേരെ രണ്ടാമത്തെ വഴിയിൽ പോയി പോലീസ് ചെക്കിംഗ് ഉണ്ടെങ്കിലും മെഹുൽ നഗരത്തിലെ അറിയപ്പെടുന്ന കുറ്റാന്വേഷകനായതുകൊണ്ട് പോലീസ് ഉടനെ തന്നെ അദ്ദേഹത്തെ പോകുവാൻ അനുവദിക്കും. അതാണ് രണ്ടാമത്തെ വഴിയിലൂടെ ദാവയിലേക്ക് എത്തിച്ചേരും. ചെറുക്കനൊക്കെ അങ്ങനെയാണ് പോലീസിനെ അങ്ങനെ കാണിക്കുക. അപ്പൊ പോലീസ് അല്ലാണ് മന്ത്രിക്ക് പോലും ഇത്ര ഇല്ല. എല്ലായിടത്തും CCTV ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മെഹുൽ എല്ലാ CCTV ക്യാമറ ദൃശ്യങ്ങളും ചെക്ക് ചെയ്യുന്നു. പപ്പു വ്യാപാരി ദാവയ്ക്കകത്തേക്ക് വരുന്നത് മുതൽ തിരിച്ചു പോകുന്നത് വരെയുള്ള എല്ലാ വീഡിയോസും കാണുന്നു. എന്നാൽ എവിടെയും മെഹുലിന് ഒരു പ്രശ്നം കണ്ടെത്താനാകുന്നില്ല. ഇതും പ്രശ്നം മറ്റെന്തോ ആണ്. എനിക്ക് വീണ്ടും ഡോക്ടർ സഞ്ജനയുടെ സഹായം തേടേണ്ടി വരും. പപ്പു വ്യാപാരി വിഷം കൊടുത്തുവന്ന വിഷം ആഹാരത്തിലല്ലായിരുന്നു. മെഹുൽ കൺഫ്യൂഷനിലാകുന്നു. ഒരു വശത്ത് ഡോക്ടർ പറയുന്നു പപ്പുവിനെ ശക്തമായ വിഷമാണ് നൽകിയത്. അതിൽ ഒരു തുള്ളി ഉള്ളിൽ ചെന്നാൽ തന്നെ മനുഷ്യൻ മരിക്കുന്ന. എന്നാൽ പപ്പു അവസാനമായി ആഹാരം കഴിച്ചത് ആ ദാവയിൽ നിന്നാണ്. പിന്നെ അദ്ദേഹത്തിന് എവിടെ വച്ചാണ് വിഷം നൽകിയിട്ടുണ്ടാവുക? മെഹുൽ വീണ്ടും ആ ദാവയുടെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. ഇത്തവണ മെഹുലിന് ഒരു ക്ലൂ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് പറയാനാകുമോ മെഹുലിന് ഇതിൽ നിന്ന് എന്ത് ക്ലൂ ആണ് കിട്ടിയിരിക്കുന്നതെന്ന്? ചിന്തിക്കൂ. എനിക്കൊന്നും അറിയത്തില്ല. മെഹുലിനെന്താ? പപ്പു വ്യാപാരിയുടെ പോക്കറ്റിലേക്ക് നോക്കൂ. അത് നിറഞ്ഞിരിക്കുന്നതായി കാണുന്നു. എന്നാൽ അതിപ്പോൾ കാലിയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? മെഹുൽ ഉടൻ തന്നെ ദാവയിൽ നിന്ന് പപ്പുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എല്ലാവരെയും ചോദ്യം ചെയ്തു. ആ സമയത്ത് ദാവയിലെ മാനേജർ പറയുന്നു, സർ, ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടർ പപ്പുവിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന നോട്ട് കെട്ടുകളും സാധനങ്ങളും പുറത്തെടുപ്പിച്ചിരുന്നു. നോട്ട് കെട്ടുകളോ? തീർച്ചയായും ഇതിൽ എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് ഉടനെ ഹോസ്പിറ്റലിൽ പോയി പപ്പു വ്യാപാരിയുടെ എല്ലാ സാധനങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. മെഹുൽ വണ്ടിയിൽ ആശുപത്രിയിലേക്ക് എത്തുന്നു. ഹോസ്പിറ്റലിൽ ഡോക്ടർ തന്റെ ക്യാബിനിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാതിൽ ഒരു പാസ്വേഡ് കൊണ്ട് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. പതിയിൽ സ്റ്റൈൽ രസ്മലായി കാർഡ്. ഇതിൽ ഏതാണ് ഓർവൺ? ലോജിക്കൽ ആപ്പിംഗ്. ചിന്തിക്കും. നേരത്തെ പോലെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ഇതാണ് പാലായിരിക്കും. ഇത് 4 പാലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ രസ്മലായി ഒഴിച്ച് ബാക്കി 3 ഉണ്ടാക്കുവാൻ പാലിനെ തിരിച്ചെടുക്കണം. അതുകൊണ്ട് രസ്മലായി 1 ഔട്ടാണ്. കുഴപ്പിക്കുന്ന ചോദ്യമായിട്ട് വരുന്നേ. പ്രവേശിക്കുന്നു. ക്യാബിനകത്ത് ചെന്നതും മെഹുൽ ഡോക്ടറോട് വിവരങ്ങൾ അന്വേഷിച്ചറിയുന്നു. അവിടെ നിന്ന് പപ്പു വ്യാപാരിയുടെ സാധനങ്ങളും നോട്ട് കെട്ടുകളും വാങ്ങിക്കൊണ്ട് ഡോക്ടർ സഞ്ജനയുടെ അടുത്തേക്ക് പോകും. നോട്ട് കെട്ടുകളും മറ്റു സാധനങ്ങളും പരിശോധിച്ചതും ഡോക്ടർ സഞ്ജന ആശ്ചര്യപ്പെടുന്നു. എന്നിട്ട് മെഹുലിനോട് പറയുന്നു, നോട്ട് കെട്ടുകളിൽ കഠിനമായി ഏതോ വിഷം തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഈ വിഷമയമായ നോട്ട് കെട്ടുകളിൽ നിന്നാകും പപ്പുവിന്റെ മരണം സംഭവിച്ചത്. പക്ഷേ തിന്നേ അല്ലല്ലോ, അമ്മ കഴിച്ച പൊറോട്ടയല്ല, നോട്ട് കെട്ടാണ് തിന്നേ. അപകടകരമായ പ്ലാൻ ആരായിരിക്കും ഉണ്ടാക്കിയത്? തീർച്ചയായും കാക്ക മൂങ്ങേര പോലെ തിരിഞ്ഞിരിക്കുന്നു. അത് ഓടുകൊണ്ടല്ല, രസഗുല പാലിൽ നിന്ന് എല്ലാം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഇവര് പറയുന്നത്. ഇങ്ങനത്തെ ഒരു കുനിഷ്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നമ്മൾ ഇതൊക്കെ എങ്ങനെ പറയും? അതുകൂടെ ആ നോട്ട് കെട്ടിലാണ് വിഷം, അങ്ങനെയാണ് അവൻ മരിച്ചത്. അതെങ്ങനെയാ? അവൻ തിന്നുമായിരുന്നു. ഒരു ലോജിക്കും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരോട് ചോദിക്കേണ്ടി വരും മൈൻഡ് ലോജിക്. മെഹുൽ തന്റെ വണ്ടിയും എടുത്ത് പപ്പു വ്യാപാരിയുടെ ഓഫീസിലേക്ക് പോകുന്നു. പോകുന്ന വഴി റോഡിൽ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടു. മെഹുൽ തന്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കുന്നു. അവിടെ 2 കാറുകളുടെ ആക്സിഡന്റ് ഉണ്ടായിരിക്കുകയാണ്. 2 കാറും കണ്ടപ്പോൾ ഏത് ഡ്രൈവറുടെ തെറ്റാണെന്ന് മെഹുലിന് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നു. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് മനസ്സിലായോ? സീൻ വളരെ ശ്രദ്ധയോടെ നോക്കൂ. എന്നിട്ട് ഇതിന്റെ ഉത്തരം എന്നോട് കമന്റ് ചെയ്ത് പറയും. എന്നിട്ട്
തെറ്റി മഞ്ഞ വണ്ടിയുടെ അടുത്താ. അല്ല ആ വണ്ടിയുടെ ടയറ് കമന്റ് ചെയ്ത് പറയണേ. എനിക്കിത് മനസ്സിലായില്ല. എന്തോ രണ്ട് ആക്സിഡന്റ് ആയിരുന്നു, അത് മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. എല്ലാ തെറ്റും ഈ നേരെ കാണുന്ന ഡ്രൈവറുടേതാണ്. കാരണം മറ്റേ ഡ്രൈവർ പോകേണ്ട സൈഡിലൂടെയാണ് പോയത്. എന്നാൽ നേരെ കാണുന്ന ഡ്രൈവർ തെറ്റായ സൈഡിലൂടെയാണ് വന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഓ എക്സലന്റ്, പക്ക എക്സലന്റ്. ഈ ലോജിക് എന്ന് പറയും, ലോജിക് എന്നൊക്കെ പറഞ്ഞാലേ, അല്ല ഈ ചോദ്യം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു ബുദ്ധിയുള്ള ആൾക്കാർക്ക്, അല്ല ബുദ്ധിയുള്ള ഒരു ആൾക്കാർക്ക് പറ്റി എന്തൊക്കെയാണ് ചോദ്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിയുള്ള ആൾക്കാർക്ക് പറഞ്ഞതാ. അല്ല മണ്ടന്മാർക്കൊന്നും പറഞ്ഞില്ല. നമ്മൾ ഈ വണ്ടി ഈ സൈഡ്, ഈ വണ്ടി റോങ് സൈഡാണ്, ഈ വണ്ടി നേരെയാണ് പോയത്. വണ്ടിക്ക് ഓവർടേക്ക് പെട്ടെന്നൊരു ആവശ്യം കാണും, അന്നേരം എന്താ വെട്ടിച്ചു പോകാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ കാണായിരുന്നു, ചട്ടക്കുറ്റി അടിച്ചൊന്നും പൊട്ടിക്കുക, അത്രേ ഉള്ളൂ. പോലീസ് എത്തിയിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ നോക്കിക്കോളും. എനിക്കിപ്പോൾ എന്റെ കേസ് നോക്കേണ്ടതുണ്ട്. പോലീസ് വന്നതും മെഹുൽ അവിടെ നിന്ന് പോകുന്നു. പപ്പു വ്യാപാരി ആദ്യമേ ചെയ്തൂടെ. ഓഫീസിൽ ആ സമയത്ത് 3 പേർ ഇരിക്കുന്നുണ്ടായിരുന്നു. മെഹുൽ അവരെ ചോദ്യം ചെയ്തപ്പോൾ പപ്പു വ്യാപാരി മരിച്ചതിന് ശേഷം മാനേജർ അവിടെ നിന്ന് അപ്രത്യക്ഷനായെന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും ആ മാനേജറിന് ഈ മരണവുമായി ബന്ധമുണ്ട്. ഏറ്റവും ആദ്യം എനിക്ക് ആ മാനേജറെ പിടികൂടണം. മെഹുൽ മാനേജറുടെ വീടിന്റെ അഡ്രസ് എടുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അവിടെ വയസ്സായ ഒരു മനുഷ്യനെ കാണുന്നു. അദ്ദേഹത്തോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അപ്പോൾ ആ മനുഷ്യൻ പറയുന്നു, അയ്യോ, എനിക്കൊന്നും അറിയില്ല. മാനേജർ കഴിഞ്ഞ 2 ദിവസമായി വീട്ടിലേക്ക് വന്നിട്ടില്ല. അതോടെ മെഹുലിന് ഈ മരണത്തിൽ മാനേജറിന് പങ്കുണ്ടെന്ന് പൂർണ്ണമായി ബോധ്യമാകുന്നു. മെഹുൽ വളരെയധികം പരിശ്രമിക്കുന്നു. എന്നാൽ മാനേജറിനെ പിടികൂടുവാനേ സാധിക്കുന്നില്ല. അതിനുശേഷം മെഹുൽ രഹസ്യ ഏജൻസിയുടെ സഹായത്തോടെ മാനേജറുടെ മൊബൈൽ ട്രേസ് ചെയ്യുന്നു. ആ മാനേജർ ആണ് ഇനിയും പപ്പു. എന്താ തിരക്ക് കഴിഞ്ഞിട്ട് പോവാന്നല്ലേ പറഞ്ഞപ്പോ പപ്പു ആണ്. ഈ സമയം ഒരു ഹോട്ടലിൽ ഒളിച്ചു കഴിയുകയാണെന്ന് വിവരം കിട്ടുന്നു. മെഹുൽ ഉടൻ ഹോട്ടലിൽ മാനേജറെ പിടികൂടുന്നു. ചോദ്യം ചെയ്തപ്പോൾ മാനേജർ സമ്മതിക്കുന്നു. സാർ എന്നെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നു. രാവെന്നോ പകലെന്നോ ഇല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ അധിക്ഷേപിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പണത്തിൽ വിഷം കലർത്തി. മെഹുൽ അയാളെ ശക്തമായി അടിച്ചു. എന്നിട്ട് പോലീസിന്റെ കയ്യിൽ ഇനി റിഡിൽസ് വീഡിയോ ഞാൻ ഇടുവാണ്. ഞാനായിരിക്കും ഡിറ്റക്റ്റീവ് മെഹുല് ആണ്, ഞാനാണ്. ഇതൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവന്മാരെന്തോ ഉദ്ദേശിക്കുന്നത്, ഇവരുടെ ചോദ്യത്തിന്റെ ഇതെന്താണ് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഗൈസ്, നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ പറയണ്ടല്ലോ. ഒക്കെ അടുത്ത ഞാനായിരിക്കും ഡിറ്റക്റ്റീവ് മെഹുൽ. അപ്പൊ ഗൈസ്, ഹലോ നെയ്ബറിന്റെ വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ എന്താണ് ഇപ്പൊ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, എനിക്ക് അതാണ് ഓപ്ഷൻ. ഷെയർ ഒക്കെ ചെയ്യുക. അവരോട് ഇതെല്ലാം പറയൂ. അടുത്തൊരു വീഡിയോ തോന്നുന്നു.